ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക, ഖൈനി, കുർക്ക, പാൻ മസാല, ജർദ, ഇത് മതി നിങ്ങൾ വലിയ രോഗിയാക്കാൻ. ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, ക്ലൈമാക്സ് ആയിക്കോട്ടെ, പടത്തിൻ്റെ ഏത് സീനിലും ജഗുകൊള്ളാന്നിങ്ങനെ തള്ളി വിടുക, അത് മാത്രമേ ഉള്ളൂ ആ സിനിമയിൽ. കാരണം എനിക്കെന്താവും ഇത് ഭയങ്കരമായിട്ടൊരു എന്താ തോന്നുക, ഒരു സുഖമില്ല, സംതിങ് ഫിഷി. അല്ല ആരുമില്ല. വാട്സ്ആപ്പ് ഹോമീസ്, വാട്സ്ആപ്പ് വെൽക്കം ടു നമ്പറിൽ രണ്ടുണ്ട് കാര്യം. ഹോമീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അല്ലേ. നിങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടതല്ല, പക്ഷേ കാരണം എനിക്കിഷ്ടം കൂടുതൽ ട്രാവൽ വ്ളോഗ്സ് ചെയ്യാനാണ്. നിങ്ങൾക്കറിയാലോ, എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ ട്രാവൽ വ്ളോഗ്സ് ചെയ്യാനാണ്. പക്ഷേ ഇന്ന് ഈ വീഡിയോ ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം സ്പെസിഫിക്കലി ഉണ്ടോയെന്ന് ചോദിച്ചില്ല, പക്ഷേ നിങ്ങളത് പറയുകയാണെങ്കിൽ ശരിക്കും ഷുഡ് ഐ മേക്ക് എ വീഡിയോ ഓർ ഷുഡ് ഐ നോട്ട് മേക്ക് എ വീഡിയോ അല്ലേ? ഈ സൊസൈറ്റി എന്ന് നമ്മളോട് പറയുന്നത് ഈ ഷുഡ് ആൻഡ് ഷുഡ് നോട്ട് എന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ ഇന്ന് എനിക്കിത് ചെയ്യണം തോന്നി, ഈ വീഡിയോ എനിക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യണം തോന്നി, അതുകൊണ്ട് മാത്രം നിങ്ങളടുത്ത് കൊണ്ടുവരുന്നത്. കാരണം ഞാൻ എൻ്റെ യാത്രകളിൽ ഏറ്റവും അധികം മിസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അത് സിനിമ കാണലായിരുന്നു. എനിക്ക് സിനിമ കാണാൻ ഭയങ്കര താല്പര്യവും ഇൻട്രസ്റ്റും ഉള്ളൊരു വ്യക്തിയായിരുന്നു. നല്ല വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും അധികം സിനിമകൾ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. അതായത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും കാണും. അപ്പോൾ എൻ്റെ ഒരു യാത്രയിൽ എനിക്ക് ഒറ്റൊരു സിനിമയെ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഓപ്പൻഹൈമർ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതും വാരണാസിയിൽ വെച്ചിട്ടാണ് ഞാൻ ആ സിനിമ കാണുന്നത്. അപ്പോൾ ഒരു 8-9 മാസത്തിൻ്റെ യാത്രയിൽ ഞാൻ ഒരു സിനിമയും കണ്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വന്ന ശേഷം ഞാൻ സിനിമ ബാക്ക് ടു ബാക്ക് സിനിമകളാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പോൾ ഈ 2024 നോക്കുവാണെങ്കിൽ സിനിമ ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ഓൺ ആയിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അപ്പം ഞാൻ ബാക്ക് ടു ബാക്ക് ഞാൻ എല്ലാ വീക്കെൻഡ് സിനിമ കാണും. പിന്നെ എനിക്ക് സിനിമ കാണാൻ പ്രത്യേക ഒരു റൂട്ടീനുണ്ട്, പ്രത്യേക ഒരു മൂഡൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ സിനിമ കാണാൻ പോവുക. അപ്പം എനിക്ക് പക്ഷേ ഈ ബാക്ക് ടു ബാക്ക് സിനിമ കണ്ടിട്ട് ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഇത് പണ്ട് മുതലേ നമ്മളെല്ലാവരും കണ്ട് പരിചയമുള്ളൊരു കാര്യമാണത്. കാരണം ഇത് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യൻ സിനിമയിലാണ് ഈ ഇൻ്റർവെല്ല് ഒക്കെ ഉള്ളൂ സിനിമ. ഇപ്പോൾ ഉടനീളം സിനിമയിൽ ഇൻ്റർവെല്ല് വരുന്നത് ഇന്ത്യൻ സിനിമകളിലുള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു വിദേശ രാജ്യത്തെ ഒരു ഹോളിവുഡ് സിനിമ കാണാൻ പോകുകയെന്ന് വെച്ചാൽ അതൊരു കംപ്ലീറ്റ് ഫുൾ സ്ട്രെച്ചിൽ പ്ലേ ചെയ്യാനായിട്ട് ഇൻ്റർവെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ സിനിമകളിലെ ഇൻ്റർവെല്ലിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് സ്മോക്കിംഗ് കുറ്റിയാനുള്ള ഒരു ക്യാമ്പയിനുണ്ട്, ഒരു ആഡുണ്ട്. അതായത് ക്വിറ്റ് സ്മോക്കിംഗ് എന്നുള്ളൊരു ആഡുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം. ആ പരസ്യം കാണാത്തൊരു വ്യക്തിയില്ല. പുരുഷൻ, സ്ത്രീ, കുട്ടികൾ എല്ലാവരും ഈ പരസ്യം കാണുന്നുണ്ട്. ഈ പരസ്യം കൊണ്ട് സത്യം പറയാമെന്ന് വെച്ചാൽ ഒരു ഗുണവുമില്ല. അത്ര അരാജകത്വമായിട്ടുള്ളൊരു പരസ്യമാണെന്ന് ഞാൻ പറയും. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പരസ്യമാണ്. പക്ഷേ എന്നിട്ടും ഞാൻ സ്മോക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ വെച്ചാൽ ഈ ക്യാമ്പയിനെ കൊണ്ട് ഒരു തരത്തിലുള്ള ഗുണം ഉണ്ടായിട്ടില്ല. ഈ ശ്രദ്ധിക്കുവാണെങ്കിൽ എല്ലാവരും ഈ ക്യാമ്പയിനെ കളിയാക്കിയിട്ടുള്ളൂ. ഈ ഒരു ആഡ് കണ്ട് എല്ലാവരും ചിരിച്ചിട്ടുള്ളൂ. കാരണം നിങ്ങളെ ഒരു സ്മോക്ക് ചെയ്യുന്ന വ്യക്തി, ഒരു സ്മോക്ക് ചെയ്യാത്ത വ്യക്തി, ഈ ആഡ് ഒരു തരത്തിൽ അവർ ഇമ്പാക്ട് ചെയ്യുന്നില്ല. സ്മോക്ക് ചെയ്യുന്ന വ്യക്തിയെ തീരെ ഇമ്പാക്ട് ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഈ പരസ്യം പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, എല്ലാവരും ഒരു കാര്യം മാത്രമേ സ്ട്രൈക്ക് ആവുന്നുള്ളൂ അല്ലേ? എന്ത്? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക, ഖൈനി, കുർക്ക, പാൻ മസാല, ജർദ, ഇത് മതി നിങ്ങൾ വലിയ രോഗിയാക്കാൻ. ഈ ഒരു സാധനം മാത്രം നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുന്നുള്ളൂ. എല്ലാവരും ആ മിമിക്രി മാത്രം ചെയ്യും ആ ഒരു ആഡിനെ വെച്ചിട്ട്. അല്ലാണ്ട് സ്മോക്കിംഗ് നിർത്താനോ അതിനെ നിങ്ങൾക്കൊരു എന്താ പറയുക, അതിനെക്കുറിച്ചൊരു വ്യൂ തരും, നിർത്താനുള്ള ക്വിറ്റ് ചെയ്യാനുള്ളൊരു വ്യൂ തരും, ഒന്നും ഈ ഒരു ആഡ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര ഒരു ഡൾ ഫേസ് ആയിട്ട് തോന്നി. അതായത് കാരണം ഈ അടുത്ത് ഞാൻ കണ്ടൊരു സിനിമയുണ്ട്, ഇതായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ആവേശം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അപ്പോൾ ആവേശം എന്ന് പറയുന്ന സിനിമയിൽ തുടക്കം തൊട്ട് അവസാനം വരെ സ്മോക്ക് ചെയ്യുന്ന രംഗങ്ങളുണ്ട്. ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, ക്ലൈമാക്സ് ആയിക്കോട്ടെ, പടത്തിൻ്റെ ഏത് സീനിലും ജഗുകൊള്ളാന്നിങ്ങനെ തള്ളി വിടുക, അത് മാത്രമേ ഉള്ളൂ ആ സിനിമയിൽ. ആ ഒരു സിനിമയിൽ ഒരു ഇൻ്റർവെല്ലായി കഴിഞ്ഞാൽ വലിക്കുന്ന വ്യക്തിയാണെങ്കിൽ വലിച്ചിരിക്കുന്നത് 100% ഉറപ്പാണ്. ആ വലിച്ച് കഴിഞ്ഞിട്ട് ആ വന്നിരുന്ന വ്യക്തി കാണുന്നത് സത്യം പറയാമെന്ന് വെച്ചാൽ മറ്റേ സ്ക്വിറ്റ് സ്മോക്കിംഗ് ആടാ. അപ്പോൾ ഇത് എന്തും തേങ്ങയാണ്, അല്ലെങ്കിൽ അതിലൊരു വികാരം കാണിക്കാറില്ല. ഞാനിപ്പോൾ നിങ്ങളെ ഉപദേശിക്കൊന്നുമല്ല സിഗരറ്റ് വലി നിർത്തണം, ഞാൻ അങ്ങനെ ഉപദേശിക്കാൻ പറ്റിയ ഒരാളുമല്ല. നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരാനും എനിക്കൊരു താല്പര്യമില്ല. കാരണം നിങ്ങൾ ഓരോ വ്യക്തികളും അവനവൻ്റെ ഇൻസ്പിറേഷൻ കണ്ടെത്തണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്, ഞാനിത് ബാക്ക് ടു ബാക്ക് സിനിമ കാണുമ്പോൾ ഐ ഫീൽ പ്രിറ്റി ഫക്ഡ് അപ്പ്. കാരണം എനിക്കെന്താവും ഇത് ഭയങ്കരമായിട്ടൊരു എന്താ തോന്നുക, ഒരു സുഖമില്ല, സംതിങ് ഫിഷി. എനിക്ക് ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ മൂഡ് പോവുക, എനിക്ക് അങ്ങനെ തോന്നുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അന്ന് അറ്റ് ലാസ്റ്റ് എന്തെങ്കിലും ഒരു സംഭവമാണല്ലോ. ഇവർ ഈ പരസ്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പരസ്യം, എൻഡ് ചെയ്യുമ്പോഴും ഒരു പരസ്യം, 2 പരസ്യങ്ങളാണ് കാണിക്കുന്നതിൻ്റെ ഇടപാട്. അപ്പോൾ എല്ലാത്തിലും നിങ്ങൾക്കൊരു ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇന്ന നമ്പറിൽ വിളിക്കും.
ഇന്ന നമ്പറിൽ വിളിക്കൂ, നിങ്ങൾക്കൊരു ക്വിറ്റിംഗ് സഹായങ്ങൾക്ക് വേണ്ടി ഈ നമ്പറിൽ വിളിക്കൂ എന്ന് പറയാം. ഞാൻ ശരിക്കും പ്രയോഗിക്കാൻ കാരണം എന്തിട്ടാണെന്നറിയോ? ശരിക്കും നമ്മുടെ ഗവൺമെൻറ്റാണ് ഈ സിഗരറ്റ് വിൽക്കുന്നത് അല്ലേ, ഇതിന് അപ്രൂവലൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റാണ്. കാരണം ഈ നാട്ടിൽ രോഗവും ചികിത്സയും ഒരേ സമയത്ത് കൊടുക്കുക എന്ന് വെച്ചാൽ അതിനത്രയുള്ള ഒരു ഐറണി വേറെ ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, രോഗവും ചികിത്സയും ഒരുമിച്ച് കൊടുക്കുകയാണ് ആൾക്കാർക്ക്. അത്ര നല്ല ആൾക്കാരാവണ്ട. ഇത് വലിച്ചിട്ട് മൂഞ്ചാനാണെങ്കിൽ വലിച്ചിട്ട് മൂഞ്ചട്ടെന്ന് ഇരിക്കണം. എന്നാൽ അല്ലാണ്ട് ഇത് സാധനം കൊടുക്കരുത്. നിങ്ങൾക്ക് ഈ ഗവൺമെൻറ് ബെനിഫിഷ്യറി ആവുന്ന കാര്യങ്ങളും മാത്രം ചെയ്യുക. അങ്ങനെ ഏതാണ് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കൊടുക്കുക, ഇതൊക്കെ എവിടെ നടക്കുന്നതാണ്? അപ്പം എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് നോക്കുക, എന്നാൽ സൈ കെട്ട്, ചിലപ്പോൾ സൈ കെട്ട് ഞാനിതിലോട്ട് വിളിച്ചതായിരിക്കുമോ ഇതിൻ്റെ സക്സസ് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്താണ് ഈ, കാരണം വലിക്കുന്നൊരു വ്യക്തിക്ക് എൻ്റെ ഇതറിയുള്ളൂ. അപ്പം നമുക്ക് ഈ നമ്പർ വിളിച്ച് നോക്കാം, എന്താണ് ഈ നമ്പറിൽ ശരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യണേ എന്നറിയണമല്ലോ, ഈ 1-800 നമ്പറിൽ. അപ്പം നമ്പർ എൻ്റെ ഉണ്ട്, നമുക്ക് ഇനി അത് വിളിക്കാം കേട്ടോ. 1-800-11-2356 എന്ന് പറയുന്ന നമ്പറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്മോക്കിംഗ് കിട്ടിയാനുള്ള എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ പരസ്യത്തിൽ. അപ്പോൾ നമുക്ക് ഈ നമ്പറിലോട്ട് വിളിച്ച് നോക്കാം. ഞാൻ വിളിക്കുകയാണ് ഈ നമ്പറിലോട്ട്. എന്താണെന്ന് അറിയണമല്ലോ, ഇവരെന്ത് സഹായം എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോണേ. ഞാൻ സ്പീക്കറിലിടുന്നേ. തന്നിട്ട് എനിക്കിങ്ങനെ അഴിട്ടവും മലയാളത്തിനായി 4 അവർക്ക് മലയാളത്തിനായി 4 റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ നമസ്കാരം. ഓക്കെ, ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഈ നമ്പർ കണ്ട് വിളിക്കാം. എനിക്ക് സ്മോക്കിങ്ങിൻ്റെ സർവീസിനെ പറ്റി അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ടൊബാക്കോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളാണോ? അതെ, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇതൊരു കണ്ടമാൻമെന്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ടൊബാക്കോ കൗൺസിലിംഗ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ടൊബാക്കോ പ്രൊഡക്റ്റ് കൗൺസിലിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഓക്കെ, ആ സമയത്ത് വന്നത് രാത്രി 8 വരെയാണ് ഈ സർവീസ് അവൈലബിൾ ആയിട്ട് ചെയ്യുന്നത്. 1 ഡേ മാത്രം അവൈലബിൾ ആണ്. ഓക്കെ, അതിനും വ്യവസായം ആഗ്രഹമുള്ളതാണോ? നടത്താൻ ആഗ്രഹമുള്ള ആളാണ്. പേര് പറയാമോ? പേര് വിപിൻ. എവിടെ നിന്ന്? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അടുത്താറുള്ളത് ഫ്രണ്ട്സ് ആണോ? അല്ല, ആരുമില്ല. തൃശ്ശൂർ. കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും ഈ പ്രോസസ്സ്? കൗൺസിലിംഗ് ആണ്. ഓക്കെ വെച്ചത് ചെയ്യാം. ഓക്കെ, അരമണിക്കൂർ ഫ്രീ ആയിരിക്കും അന്ന്. ഓക്കെ, ഓക്കെ. സോ ബേസിക്കലി പെയ്ഡ് സർവീസ് ആണോ? ഫ്രീ സർവീസ് ആണല്ലേ? ഓക്കെ. സോ ഇത് എത്ര നാളുണ്ടായിരിക്കും? ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് അറിയാനാണ് കംപ്ലീറ്റ്ലി. ഫസ്റ്റ് കോൾ മാത്രമായിരിക്കും ഒരു 20 to 30 വേരി വരുന്നുണ്ട്. അതിനുശേഷം ഫോളോ അപ്പ് കോൾസ് ആയിരിക്കും. അതും നമ്മൾ ഈ ഫോളോ അപ്പ് മന്ത്ലി പിന്നെ തേർഡ് ക്ലാസ് ഇതിനൊരു ഇത് ഫോളോ അപ്പ് കോൾസ് ഉണ്ടാവും. ഓക്കെ, 1 year സർവീസ് ആണോ? ഓക്കെ. താല്പര്യമുണ്ടോ അതോ പിന്നീട് വിളിക്കത്തോ? പിന്നീട് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഉണ്ടായിരിക്കുമോ കോള്? ഇപ്പം പറയുന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം. തിരികെ ഒരു അരമണിക്കൂറൊക്കെ ഫ്രീ ആയിട്ട് ഈ നമ്പറിലോട്ട് അല്ലേ? രാവിലെ 8 മണിയാകുമ്പോൾ രാത്രി 8 മണി വരെ ഇത് പോകും. ഓക്കെ. രാവിലെ 8 to വൈകിട്ട് 8 വരെ. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ഞാൻ എൻ്റെ പ്രോസസ്സ് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ എത്ര ടൈം ഫ്രീ നോക്കിയിട്ട് ഞാൻ വിളിച്ചേക്കാം. ശരി. അപ്പോൾ ഒരരമണിക്കൂറൊക്കെ ഫ്രീ ആയിട്ട് ഓഫീസിലേക്ക് സ്വന്തം നമ്പറിൽ വിളിക്കാം. ഓക്കെ. വെൽക്കം. അപ്പോൾ മിസ് കോൾ വിളിച്ച് നമ്മൾ ഒരു ചേച്ചി ഫോൺ എടുത്തേ. അപ്പോൾ ഇതിലൊരു 1 year സർവീസാണ്. നിങ്ങൾ കേട്ട മാതിരി പറയുവാണെങ്കിൽ നിങ്ങളെ ഫോളോ അപ്പ് കോൾസ് തരും. നിങ്ങളെ വിളിക്കാൻ നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ഫ്രീ ആയിട്ടോ ഫ്രീ കൗൺസിലിംഗ് ആണ് 1 year തൊട്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഫോളോ അപ്പ് കോൾസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് എന്നോട്. എനിക്കറിയില്ല ഇതിൻ്റെ റിയാലിറ്റി എങ്ങനെയാണ്, പക്ഷേ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും സൺഡേ ആയിട്ടാണ് ഞാൻ വിളിച്ചത്. മൺഡേസിൽ മാത്രമാണ് ഇവിടെ ഇതുള്ളൂ എന്ന് പറഞ്ഞത്. എനിക്ക് അവർക്ക് കുറേ പ്രാങ്ക് കോൾസൊക്കെ കിട്ടാറുണ്ട് എന്ന്. അപ്പോൾ ഈ 1-800 നമ്പർ നിങ്ങളപ്പോൾ വിളിക്കുന്നതിൽ ഗുണമുണ്ട്. നിങ്ങൾക്ക്
സത്യം പറയാമെന്ന് വെച്ചാൽ എനിക്ക് ഡൗട്ടായിരുന്നു ഈ ഒരു സർവീസ് ശരിക്കും നമുക്ക് നല്ലതായിരിക്കുമോ നല്ലതല്ലേ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എഫക്റ്റീവ് ആക്കാൻ നോക്കുന്നൊരു കാര്യമാണ് അത്. ഭയങ്കര എഫക്റ്റീവായിട്ട് നോക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ആഡ് അരാജകത്വമാണ്. ഒരു തരത്തിലുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് ഈ ആഡിൻ്റെ ക്യാമ്പയിൻ വേറൊരു രീതിക്ക് ആക്കിയാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറയും. കാരണം എനിക്ക് അത്ര സൈ കെട്ടിട്ട് ഞാൻ വിളിക്കുന്നവരെ. പക്ഷേ ഇത് ശരിക്കും ബെനിഫിറ്റ് ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഇതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടായേക്കാം ചിലവർക്ക് അല്ലേ. അപ്പോൾ അങ്ങനെ താല്പര്യപ്പെടുന്നവർ ഇത് വിളിക്കുക. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഈ ആഡ് കാണിച്ചുകൊണ്ട് ആൾക്കാർ ഇത് വിളിക്കുന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല, ഒരു തരത്തിലുള്ള ഉറപ്പില്ല. കണ്ട, എനിക്ക് മടുത്തിട്ടാണ് ഞാൻ ഈ ആഡിലോട്ട് ദിവസം വിളിച്ചത്. കാരണം ഞാൻ ഈ സിഗരറ്റ് വലി ഞാൻ സത്യം പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഭയങ്കര ടഫാണ് ഇത് ക്വിറ്റ് ചെയ്യാൻ. ഇവിടെ പറഞ്ഞാൽ 1 year സർവീസ് അങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു 1-800 നമ്പർ. ഞാൻ വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഫോൺ എടുത്തു, അത് ഭയങ്കര നന്നായിരുന്നു. എൻ്റെ സിനിമ പ്രോസസ്സിൻ്റെ പ്രശ്നം ഉണ്ടാവരുത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് വിളിച്ചത്. ഇതിപ്പോൾ മൂഞ്ചിക്കുകയാണോ ശരിക്കും ഗവൺമെൻറ് ചെയ്യുന്നത്, ഈ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽപ്പ് ലൈൻ ചെയ്യുന്നത് സഹായിക്കാൻ വേണ്ടി തന്നെയാണ് എന്നെനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അതിൽ നിങ്ങൾക്കൊരു സഹായം കിട്ടുന്നുണ്ട്. കിട്ടിയാൽ വേണമെങ്കിൽ താല്പര്യം വിളിക്കുക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന ഈ ആഡ്സ് ഒന്നും സിനിമയിൽ വെക്കേണ്ട, ഒരു തരത്തിലുള്ള അർത്ഥമില്ലാത്തൊരു കാര്യമാണ് അത് സത്യം പറയുന്നത്. ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ കൊടുക്കാം നിങ്ങൾക്ക്. കാരണം ഈ ആഡ്സിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള ഗുണമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഹെൽപ്പ് ലൈൻ നമ്പർ ഇസ് ഗുഡ്. ഹെൽപ്പ് നമ്പറിൽ വിളിച്ചിട്ട് ആൾ ഫോൺ എടുക്കുകയും ചെയ്ത്, ഇന്ന് സൺഡേ ആണ് ഞാൻ വിളിക്കുന്നത്, മൺഡേ മാത്രമാണ് ആളോട് പറഞ്ഞ മൺഡേയിൽ മാത്രമാണ് സർവീസ് ഇല്ലാത്തത്. അപ്പോൾ അതിലെനിക്ക് നല്ല സന്തോഷം തോന്നി. പക്ഷേ ആഡ്സ് വെക്കുന്നത് ഭയങ്കര ഒരു കാര്യമില്ല, ഒരു ഉപകാരമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിനെ വേറെ രീതിയിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പ്രൊമോട്ട് ചെയ്യാം. എൻ്റെ സിനിമ എക്സ്പീരിയൻസ് നശിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് മൊത്തമായിട്ട് ചെയ്യാൻ കാരണം. അപ്പം നിങ്ങളുടെ വീഡിയോ സിനിമ എക്സ്പീരിയൻസ് ഇത് കാരണം നശിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളുടെ സിനിമ എക്സ്പീരിയൻസ്, ഈ പരസ്യത്തിനെക്കുറിച്ചും ഇതിൻ്റെ പരസ്യത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. So that's it from me. You know me, right? My name is Vibin, spelled Vibin, aka Vibin, and keep on vibing, homies, keep on vibing.